കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിരുവല്ലോമല കുടുംബാരോഗ്യ കേന്ദ്രം പ്രതിസന്ധിയിൽ. രാത്രി ഡോക്ടർ ഇല്ലാത്തതും ലാബ്, ECG എന്നീ സൗകര്യങ്ങളുടെ കുറവും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. CCTV ഇല്ലാത്തത് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നും ആക്ഷേപമുയരുന്നു. തിരുവല്ലോമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമല്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു. രാത്രികാലങ്ങളിൽ ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്തത് തിരുവല്ലോമലയിലെ സാധാരണക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ഇവിടെ ഡോക്ടറില്ലെങ്കിൽ രോഗികൾക്ക് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. ഒറ്റപ്പാലത്തേക്കുള്ള വഴിയിലെ ലക്കടി റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നത് പലപ്പോഴും രോഗികളുടെ ജീവന് ഭീഷണിയാവുന്നു. ഇവിടെ ക്യാമറ വെക്കാനുള്ള ഒരു ഇത് നമ്മളത് കാണണം. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് എത്രയും പെട്ടെന്ന് അത് കാണണം. ഇവിടെ ആക്സിഡന്റുകൾ പെരുകുന്നുണ്ട്. അപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളത് കാണണം. അത് ഭയങ്കര ഒരു ഇതായിട്ട് പോവുകയാണ്. അപ്പോൾ അതെന്തായാലും നമ്മളത് കണ്ടേ പറ്റൂ. ECG ലാബ് സൗകര്യങ്ങളില്ലാത്തതുമൂലം തിരുവല്ലോമലയിൽ കൂൺമുളയ്ക്കുന്നതുപോലെ സ്വകാര്യ ലാബുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. വീടുകളിൽ സ്ഥാപനങ്ങളിലും സുരക്ഷിതത്വത്തിനായി CCTV ക്യാമറകൾ സ്ഥാപിക്കുന്ന ഇക്കാലത്ത് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഈ സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്യാമറ ഇല്ല എന്നത് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇവിടെ അത്യാവശ്യമായിട്ട് ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ക്യാമറ സ്ഥാപിക്കുന്നുണ്ട്. പൊതുവില് ക്യാമറ മാത്രമല്ല, ഇവിടെ ഈ ഹോസ്പിറ്റലിനകത്ത് പെരുങ്ങൂട്ടുരുശി, അതുപോലെ പഴമ്പാലക്കോട്, തിരുവല്ലോമല ഇത്രയും പ്രദേശത്തെ ജനങ്ങൾ വരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ, എൻ്റെ വലിയമ്മയെ കൊണ്ട് വന്നപ്പോൾ ഇവിടെ ECG സൗകര്യമില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിലവിൽ ഇത്തരം 3 പഞ്ചായത്തുകളിലെ ആളുകൾ വന്ന് ആശ്രയിച്ച ഇത്ര സേവനങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റല്, ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, ECG ഉണ്ടായിരുന്നു, ഇത്ര സേവനങ്ങൾ ലഭ്യമായിരുന്ന ഒരു ഹോസ്പിറ്റലിനകത്ത് ഇന്ന് ഇത്രയും ജനങ്ങൾ വന്നിരുന്ന ഹോസ്പിറ്റലിനകത്ത് ഇന്ന് വളരെ ചുരുങ്ങിയ ആൾക്കാരെ വന്നിരിക്കുന്നത്. അതിൽ എന്നിട്ട് പോലും ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അഥവാ അത്തരം വിഷയങ്ങളൊക്കെ ഇനി വരുന്ന ഗവൺമെന്റുകൾ പരിഹരിക്കണം. ബ്ലോക്ക് പഞ്ചായത്തായാലും പഞ്ചായത്തുകളായാലും ഇത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടലുണ്ടാകും. ഇവിടെ മോഷണങ്ങളും പതിവാകുന്നുണ്ട്. മദ്യപിച്ച ആശുപത്രിയിലെത്തി അനാവശ്യമായി വഴക്കുണ്ടാക്കുന്നവരെ കണ്ടെത്തി നിയമപരമായ നടപടിക്ക് വിധേയരാക്കുന്നതിനും ആശുപത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻവശത്ത് CCTV ക്യാമറ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതുമാണ്. പൊതുപ്രവർത്തകനായ രമേശ്, ഓട്ടോ ഡ്രൈവറായ ജിനു P. ജോൺസൺ, കലാകാരൻ AG ശിവപ്രസാദ് എന്നിവർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ദുരിതങ്ങളെക്കുറിച്ച് വിവരിച്ചു. ഈ റോഡിൽ നിരവധി അപകടങ്ങളും നടക്കാറുണ്ട്. അതേമാതിരി കളവ്, മോഷണ കേസുകൾ പലതും നടന്നിട്ടുണ്ട്. ഇതുമൂലം CCTV സ്ഥാപിക്കുന്നത് മൂലം നമുക്ക് അത് കുറഞ്ഞു കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ നാട്ടുകാർ ഇതിനുവേണ്ടി അപേക്ഷിക്കുന്നു. അതിനു പുറമെ രാത്രികാലങ്ങളിൽ ഡോക്ടർ ഇല്ലായ്മ ഇവിടെ വലിയൊരു പ്രശ്നമാണ്. രാത്രികാലങ്ങളിൽ സീരിയസ് വരുന്ന കേസുകൾ മൊത്തം നമ്മൾ ഒറ്റപ്പാലത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് ആശ്രയിക്കേണ്ട ഒരു സാധ്യത വരുന്നത്. അത് മാറി ഇവിടെ ഒരു 24 മണിക്കൂറും ഒരു ഡോക്ടറെ സ്ഥാപിക്കുകയോ അല്ലാത്ത പക്ഷം എന്തെങ്കിലും അതിനുള്ളൊരു കാരണം കാണുകയോ ചെയ്യണമെന്ന് അധികാരികൾ അറിയിച്ചാലേ ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് എൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല, നമ്മുടെ തിരുവല്ലോമലയിലെ എല്ലാ നിവാസികളുടെയും ഒരു പ്രശ്നമായി കണ്ട് ഇത് പരിഹരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. CCV ന്യൂസ്, തിരുവല്ലോമല.